ലക്ഷ്മി കണ്ണുകളടച്ച് റിവോൾവിംഗ് ചെയറിൽ ചാരി കിടക്കുന്നവനെ നോക്കി നിന്നു. ബ്ലാക്ക് ജീനും വൈറ്റ് ഷർട്ടും അതിനു മേലെ ബ്ലാക്ക് ബ്ലേസറുമാണ് വേഷം. കൈത്തണ്ടയിൽ ഒരു ബ്ലാക്ക് ലെതർ വാച്ചും. ചിരിയില്ല, പകരം ഗൗരവമാണ് മുഖത്ത്. ലക്ഷ്മിക്ക് ചെറിയൊരു പേടി തോന്നി. ദൈവമേ, ഈ സാറിന് അൽസിമേഴ്സ് ഉണ്ടോ? കണ്ടിട്ട് ഒരാഴ്ച കൂടി ആയിട്ടില്ല. അതിനു മുന്നേ പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൽ നിറയുന്ന ചിരി. അവൾക്ക് സന്തോഷം തോന്നി. അഭിമന്യു കണ്ണുകൾ പതിയെ തുറന്നു. അവളുടെ പുഞ്ചിരി വിരിയാറായ ചുണ്ടുകളിൽ നോട്ടമുറയ്ക്കുമ്പോൾ ഏതൊരു പെണ്ണിനെ കാണുമ്പോഴും തോന്നുന്ന വികാരം ഉള്ളിൽ മുളപൊട്ടിയ നിമിഷം. അതൊരു പാവം കൊച്ച, ജീവിച്ചു പൊയ്ക്കോട്ടെ. ആരവ് പറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് ചെയറിൻ്റെ ഇരു സൈഡിലും കൈ അമർത്തി. നീ എന്തിനാ ചിരിക്കുന്നേ? അവളുടെ പീലികൾ നിറഞ്ഞ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. സിറ്റ് ഹിയർ. ഫ്രണ്ട് ചെയറിൽ അവൻ വിരൽ ചൂണ്ടി. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അവളുടെ നേർത്ത സ്വരം. നെഞ്ചിനുള്ളിൽ എന്തോ ഒന്ന് ബലൂൺ പോലെ വീർത്ത് വരുന്ന അനുഭൂതി അവൻ അറിയാതെ അറിഞ്ഞു. ഇന്നത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാ? നോട്ട് ചെയ്തിട്ടുണ്ടോ? യെസ് സാർ. അരികിലേക്ക് വരാതെ കയ്യിലിരുന്ന നോട്ട് പാഡ് ടേബിളിൽ വെച്ചു. അവൻ്റെ പുരികക്കൊടികൾ രണ്ടും ഉയർന്നു വന്നതും പരിഭ്രമത്തോടെ അതെടുത്ത് അവൻ അരികിൽ നിന്നു. ഇന്ന് 11:30 JK ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ്, 3:45 JK ഗ്രൂപ്പ് MDയുമായി കോൺഫറൻസ്. അഫി അവളെ ആകെ മൊത്തം ഉഴിഞ്ഞു നോക്കുന്ന തിരക്കിലാണ്. ഒരു ലൈറ്റ് പിങ്ക് സാരിയും അതേ നിറത്തിലെ ബ്ലൗസുമാണ് വേഷം. കുഞ്ഞു മുഖം, വില്ല് പോലെ വളഞ്ഞ പുരികക്കൊടി, നീണ്ട മൂക്കിൻ തുമ്പിൽ ഒരു കുഞ്ഞു നോസ്പിൻ, സാരിയിൽ മറഞ്ഞു കിടക്കുന്ന അവളുടെ ശരീരം. പെട്ടെന്ന് ഡോറിലാരോ നോക്ക് ചെയ്തു. അവൻ നോട്ടം മാറ്റി. യെസ്. അകത്തേക്ക് കയറി വരുന്നവളെ കണ്ട് അവൻ ചിരിച്ചു. ലക്ഷ്മിയുടെ മുഖം ചുളുങ്ങി. ഗുഡ് മോർണിംഗ് സാർ, ഇന്നലെ കണ്ടില്ല. എന്തു പറ്റി? മുട്ടിനൊപ്പം മാത്രം ഇറക്കമുള്ള സ്കർട്ടും ടൈറ്റായ ഒരു ഷർട്ടുമിട്ട് ആടിക്കുഴഞ്ഞു വരുന്നവളെ കണ്ട് ലക്ഷ്മി പിന്നിലേക്ക് മാറി നിന്നു. എന്താ സാർ ഒന്നും പറയാത്തേ? ഇപ്പോൾ ഇത്തിരി കറക്കം കൂടുതലാ. ഇന്നലെ കാണാഞ്ഞപ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നിപ്പോയി. റിയലി? അവൻ്റെ ചുണ്ടുകളിൽ ഒരു വശ്യത മറഞ്ഞിരിക്കുന്നതായി തോന്നിയതും ലക്ഷ്മി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഇന്നലെ സാറ് വന്നിരുന്നേൽ ദേ ഈ പീറ പെണ്ണിനെ വർമ്മ സാറ് സെലക്ട് ചെയ്യില്ലായിരുന്നു. അവൾ ലക്ഷ്മിക്ക് നേരെ വിരൽ ചൂണ്ടിയതും അഫിയുടെ നോട്ടം ലക്ഷ്മിയിൽ മാത്രമായി. ഞാനും ഇന്നലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാ. ഈ അഭിമന്യുവിൻ്റെ PS ആവാൻ ഒരുപാട് മോഹിച്ചു. അവൾ അവൻ്റെ ബ്ലേസറിൽ ഒന്ന് തൊട്ടു. ആണോ? പിന്നെന്തേ ഡാഡി റിജക്റ്റ് ചെയ്തത്? അവൻ്റെ ചുണ്ടിലെ ചിരിയുടെ മാറ്റ് കൂടുന്നു. ഛേ, ഇയാള് ഇത്തരക്കാരനാണോ? ലക്ഷ്മി തല താഴ്ത്തി പതിയെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. സീതാലക്ഷ്മി വെയിറ്റ്, ഗൗരവത്തിൽ പറഞ്ഞതും അവൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. ദിയ, 11:30 ഒരു മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ കുറച്ച് നോട്ട് റെഡിയാക്കണം. ഞാൻ റെഡിയാക്കി തരട്ടെ? പെട്ടെന്ന് അവൾ പറഞ്ഞു. ലക്ഷ്മി മൗനം പാലിച്ച് നിൽക്കുവാണ്. എൻ്റെ PS-ൻ്റെ ഫസ്റ്റ് വർക്കാണ്. അത് ദിയ ചെയ്യുന്നതിൽ തനിക്ക് വിരോധമുണ്ടോ? ലക്ഷ്മിയെ നോക്കിയാണ് അവൻ ചോദിച്ചത്. എന്തുത്തരം പറയും എന്നറിയാൻ വയ്യാതെ നിൽക്കുവാണവൾ. ഓ, ഇവളെയൊക്കെ എൻ്റെ PS എന്ന് എങ്ങനെയാ അഫി പറയുന്നത്? വേഷം കണ്ടില്ലേ? ഫുട്പാത്തിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങുന്ന സാരിയും ചുറ്റി രാവിലെ ഇറങ്ങും. ലക്ഷ്മി കയ്യിലിരുന്ന നോട്ട് പാഡിലെ ഒരു പേപ്പർ വലിച്ചു കീറി ചുരുട്ടി പിടിച്ചു. മൂക്കും ചുണ്ടും ദേഷ്യത്തിൽ ചുവക്കുന്നു. അഭിമന്യുവിൻ്റെ കൃഷ്ണമണികൾ ഒന്ന് വികസിച്ചു. ദിയ മാഡം, എൻ്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം, ഉറപ്പോടെയാണ് അവൾ പറഞ്ഞത്. അതെയോ? ലാപ്പൊക്കെ ഉപയോഗിക്കാൻ അറിയോ? ദിയയും വിട്ടുകൊടുക്കുന്നില്ല. അഭിമന്യു ഇരു കൈയും നെഞ്ചിൽ പിണച്ചു കെട്ടി ചെയറിൽ ചാരി ലക്ഷ്മിയുടെ മുഖത്തേക്ക് മാത്രം നോക്കിയിരുന്നു. എന്താ സംശയം? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതാ. ലക്ഷ്മി അവൾക്ക് മുന്നിൽ നിന്നു. ഫുട്പാത്തിൽ നിന്ന് ഞാൻ സാരി വാങ്ങുന്നത് നീ കണ്ടോ? ദേഷ്യം കൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പ് വിറയ്ക്കുന്നു. അഭിമന്യു ചുണ്ടിൽ വിരൽ വെച്ച് തഴുകി. നോട്ടം അവളുടെ നീണ്ട കഴുത്തിൽ നിന്നും തൊണ്ടക്കുഴിയിൽ എത്തി നിന്നു. സോ ക്യൂട്ട്. പതിയെ അവൻ പറഞ്ഞു. എടി, എന്നെ എന്താ വിളിച്ചേ? നീ എന്നോ? ലക്ഷ്മി സ്ഥലകാലബോധം വന്നതുപോലെ അവനെ നോക്കി തല താഴ്ത്തി പിടിച്ചു. ദിയ, ഇതെൻ്റെ ഓഫീസ് റൂമാണ്, മാർക്കറ്റ് അല്ല, മറക്കണ്ട. അഭി, ഞാനൊന്നും ഇവളാ.
ഇപ്പം നീ പൊയ്ക്കോ. അവൻ എഴുന്നേറ്റ് ബ്ലേസർ ഊരി ചെയറിലേക്ക് ഇട്ടു. നീ ഒരുപാട് ദിവസം PSI ഈ കമ്പനിയിൽ ഉണ്ടാവില്ല, ദിയ പതിയെ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ കാണും. ശബ്ദം താഴ്ത്തിയാണ് ലക്ഷ്മി പറഞ്ഞതെങ്കിലും അവൻ അത് നന്നായി കേൾക്കുകയും ചെയ്തു. ദിയ പോകുന്നത് നോക്കി ചിരിയോടെ ടേബിളിൽ ചാരി നിന്നു. അവൻ്റെ നോട്ടം ദിയയുടെ പിൻഭാഗത്താണ് എന്ന് കണ്ടതും ലക്ഷ്മി ഒന്ന് വിറച്ചുപോയി. ദൈവമേ, ചുമ്മാതല്ല കൂട്ടുകാരൻ മുതൽ പ്യൂൺ വരെ അഭിമന്യു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നത്. ഇയാളുടെ സ്വഭാവം ശരിയല്ല. യാദവിൻ്റെ അടുത്ത് നിന്ന് വന്നു പെട്ടത് രാവണൻ്റെ അടുക്കലാണോ? എന്താ നിന്റെ ലക്ഷ്യം? വന്ന് 2 ആയില്ല, അതിനു മുന്നേ അഹങ്കാരവും തുടങ്ങിയോ? സോറി സാർ, അഹങ്കാരമല്ല. എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയെങ്കിൽ എന്നോടും ഇങ്ങനെ പ്രതികരിക്കും എന്നർത്ഥം. അവൻ അവൾക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. ലക്ഷ്മി ഒരടി അനങ്ങിയില്ല. തീർച്ചയായും പ്രതികരിക്കും സാർ. തൻ്റെ നോട്ടത്തെ പോലും അവഗണിച്ച് ഒരു പേടിയുമില്ലാതെ മുന്നിൽ നിന്ന് ധൈര്യമായി സംസാരിക്കുന്നവൾ. എൻ്റെ PSI സ്ഥിരം ഇവിടെ ഉണ്ടാവണമെങ്കിൽ സാരി മാറ്റേണ്ടി വരും. ലക്ഷ്മി ഞെട്ടിത്തരിച്ചുപോയി. സാർ, വാട്ട് യു മീൻ? PSന്റെ ഡ്രസ് കോഡ് ഇതല്ല. അവൾ ആശ്വാസത്തോടെ ശ്വാസം പുറത്തേക്ക് വിട്ടു. ദേ, ദിയ ഇട്ടിരുന്നത് പോലെയുള്ള ഡ്രസ്സ്. നാളെ മുതൽ നീ അങ്ങനെ വന്നാൽ മതി. സോറി സാർ, എനിക്ക് പറ്റില്ല. വൈ? അവൻ അവളുടെ കണ്ണിലേക്കാണ് നോക്കിയത്. എനിക്ക് വയസ്സ് 25 പിന്നെ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ഞാൻ ധരിച്ചിട്ടില്ല. ഇനി അങ്ങനെയുള്ള വസ്ത്രം ധരിക്കാനും ആഗ്രഹിക്കുന്നുമില്ല. അവൾ ചുവരിലെ ക്ലോക്കിലേക്കാണ് നോക്കിയത്. സാർ, ടൈം 10 o'clock. മീറ്റിങ്ങിന് ഇനി 1 hour 30 minutes മാത്രം. അവൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചെയറിലിരുന്നു. ലാപ്പ് എടുത്ത് തിരിച്ചു വെച്ചു. ദേ, ഈ ഫയലിലുള്ളത് ലാപ്പിലേക്ക് മാറ്റണം. ടൈം സ്റ്റാർട്ട് ഹിയർ. 1 hour 15 minutes. അതിനുള്ളിൽ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ലാപ്പിലേക്ക് എൻ്റർ ആയിരിക്കണം. അവൻ കടുപ്പത്തിൽ പറഞ്ഞതും ഫയലിലെ ഓരോ പേപ്പേഴ്സും മറിച്ച് നോക്കി. ഇത്ര സമയം കൊണ്ട് എങ്ങനെ ചെയ്യും? എന്തോ പറയാനായി തല ഉയർത്തുമ്പോൾ അവൻ്റെ ചുണ്ടിലെ ഗൂഢമായ ചിരി കണ്ട് പറയാൻ വന്നത് വിഴുങ്ങി. തോറ്റു തരാൻ എനിക്ക് മനസ്സില്ലടോ. അവൾ ലാപ്പും ഫയലും കയ്യിലേക്കെടുത്ത് സൈഡിലായി കണ്ട സെറ്റിയിലേക്ക് നോക്കി. നോ, എൻ്റെ മുന്നിൽ. ഇനി ഇവിടെയാ നിന്റെ സ്ഥാനം. അവൾ ഇഷ്ടക്കേടോടെ ഇരുന്നു. സ്പീഡിൽ ഓരോന്നായി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ തന്നിലാണ് എന്നറിയുന്നുണ്ട്. പക്ഷേ തല ഉയർത്തിയതേയില്ല. കളഞ്ഞിട്ട് പോകാൻ എളുപ്പമാ. പിടിച്ചു നിന്നേ പറ്റൂ സിദ്ധൂട്ടന് വേണ്ടി. അവൻ എഴുന്നേറ്റ് പിന്നിൽ വന്ന് നിൽക്കുന്നു. സീതാലക്ഷ്മിയുടെ സ്ഥലം എവിടെയാ? അവൻ സൗമ്യമായി ചോദിച്ചു. ട്രിവാൻഡ്രമാണ് സാർ. ദുഷ്ടൻ, അറിയാത്തതുപോലെ ചോദിക്കുന്ന കേട്ടില്ലേ? ഈ വൃത്തികെട്ടവൻ്റെ മുന്നിലേക്കാണോ ഈശ്വര ഞാൻ കാല് നീട്ടിയത്? ഏയ്, ദിസ് പോയിന്റ് ഈസ് റോങ്. അവനൊന്ന് കുനിഞ്ഞു. ലാപ്പിലേക്ക് നോക്കി ആ പോയിന്റ് റിമൂവ് ചെയ്യുമ്പോൾ അവൻ്റെ നെഞ്ചുഭാഗം തോളിൽ ചേർന്നിരിക്കുന്നു എന്ന് തോന്നിയതും അവളൊന്ന് ചരിഞ്ഞു. അഭിമന്യുവിൻ്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ വന്നു. സീതാലക്ഷ്മി, യു ആർ സോ ബ്യൂട്ടിഫുൾ. ഹസ്കി വോയിസിലാണ് പറഞ്ഞത്. താങ്ക് യു സാർ. പേടി എന്ന ഭാവം അവളുടെ മുഖത്തില്ല. അവൻ അതിശയത്തിൽ അകന്നു മാറി. ധൃതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നവളെ നോക്കി ഒരേ ഇരിപ്പായിരുന്നു. അഭി, ആരവ് ഉറക്കെ വിളിച്ചുകൊണ്ട് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആ, ലക്ഷ്മി ഇവിടെ ഉണ്ടായിരുന്നോ? അവൾ ലാപ്പ് ക്ലോസ് ചെയ്തു. ചിരിയോടെ എഴുന്നേറ്റു. എടാ, മീറ്റിങ്ങിന് എല്ലാം അറേഞ്ച് ചെയ്തു. ലക്ഷ്മി പുതിയതല്ലേ, ഇന്ന് ഞാൻ കൂടെ വരാം. വേണ്ട, PS എന്നാൽ എല്ലാം പഠിക്കണം. ഇന്നു മുതൽ പഠിച്ചു തുടങ്ങട്ടെ. ഗൗരവത്തിൽ പറഞ്ഞ് കോട്ടെടുത്തിട്ടു. കം വിത്ത് മീ. അവൾ പരിഭ്രമത്തിൽ ആരവിനെ നോക്കി. ഭയമൊന്നും വേണ്ട. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെ വെച്ചാ മീറ്റിംഗ് നടക്കുന്നത്. കാറിൽ പോയി തിരികെ ലഞ്ചിന് മുന്നേ ഇങ്ങെത്തും, അവൻ പറഞ്ഞു. ലാപ്പും എടുത്ത് അഭിമന്യുവിന് പിന്നാലെ നടക്കുമ്പോൾ വല്ലാത്ത ധൈര്യമായിരുന്നു അവൾക്ക്. ലിഫ്റ്റിൽ കയറി. 2 പേര് മാത്രം. അവൻ ഫോൺ എടുത്ത് എന്തോ ടൈപ്പ് ചെയ്യുന്നു. അവൾ ലിഫ്റ്റിൻ്റെ ഒരു സൈഡിൽ ചേർന്ന് നിന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി. അഫി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതും അവൾ ബാക്കിലിരുന്നു. കാറ് സ്പീഡിൽ മുന്നിലേക്ക് കുതിച്ചു പായുമ്പോൾ പേടിയോടെ സീറ്റിൽ പതുങ്ങി കണ്ണുകൾ മുറുകെ അടച്ചു. അവൻ ഫ്രണ്ട് മിററിൽ അവളുടെ മുഖം പതിയുന്ന രീതിയിൽ ചരിച്ചു വെച്ചു.
ഇതാരാ? അഭിമന്യുവിൻ്റെ PS ആണോ? ഓരോരുത്തരുടെയും ചോദ്യം ചെയ്യൽ. അവൻ അമർത്തി മൂളിയതേയുള്ളൂ. CK കൺസ്ട്രക്ഷൻ്റെ MD രാഘവേന്ദ്രയും മകൻ ധനുഷും ഓപ്പോസിറ്റായി വരുന്നുണ്ട്. ഇവൾ എത്ര നാളേക്കാ? രാഘവേന്ദ്രയുടെ മുഖത്ത് ഒരു പുച്ഛം. ധനുഷിൻ്റെ കണ്ണ് അവളിൽ മാത്രം. ലക്ഷ്മി ചുറ്റിനും നോക്കുന്നത് കൊണ്ട് തന്നെ ധനുഷിൻ്റെ നോട്ടം അവളുടെ ശ്രദ്ധയിൽ പെട്ടില്ല. അഭിമന്യു പുഞ്ചിരിയോടെ അവന് മുന്നിൽ കയറി നിന്നു. അസ്ഥി ഞുറുങ്ങും മോനെ. പിന്നെ നിന്റെ അച്ഛനെ ചിതയിലേക്ക് എടുക്കുമ്പോൾ അന്ത്യകർമ്മം ചെയ്യാൻ ഇരുന്ന് നിരങ്ങേണ്ടി വരും. ലക്ഷ്മി. അവൻ്റെ ആ വിളി അവളുടെ ഉള്ളിൽ എവിടെയോ കയറി കൊരുത്തു. അവളൊന്ന് മൂളി. ദേ, അത് വെയിറ്റിംഗ് ഹാളാണ്, ചെല്ല്. ലക്ഷ്മി തല കുലുക്കി. ഓ, അവളെ നോട്ടമിട്ട് വെച്ചിരിക്കുവാണോ? ഞാൻ അറിഞ്ഞില്ല. നിന്റെ ആവശ്യം തീരുമ്പോൾ പറയണം. നമ്മളും ഇവിടെ തന്നെ കാണും. തിരിഞ്ഞു നടക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കി. സാരിയിൽ എന്തു ഭംഗിയാ, ധനുഷ് പറഞ്ഞു. അഭിമന്യു അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. സീതാലക്ഷ്മി എൻ്റെ PS ആയിരിക്കുന്നിടത്തോളം നീയല്ല. ഇനി ഒരുത്തൻ്റെ കണ്ണും കൈയും അവളുടെ മേൽ വീഴില്ല, സമ്മതിക്കില്ല. മീറ്റിംഗ് റൂമിനകത്തേക്ക് കയറുമ്പോൾ അവൻ ലക്ഷ്മിക്ക് അടുത്തേക്ക് വന്നു. ചുറ്റും കറങ്ങി നോക്കി. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. ശരി സാർ. അവൻ പോയതും അവൾ ഒരു ചെയറിലിരുന്നു. തന്നെ പോലുള്ള കുറച്ച് പെൺകുട്ടികളും പയ്യന്മാരും അവിടെയുണ്ട്. ചിലർ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു, വിരൽ ചൂണ്ടുന്നു. എന്നെക്കുറിച്ചാവും. ഈ രാവണൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ സഹിച്ചേ മതിയാകൂ. 2 വർഷം. അത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ജോലി നോക്കാം. നീണ്ട 2 മണിക്കൂർ. ഇവിടെ ടോയ്ലറ്റ് എവിടെയാണോ ആവോ. അവൾ എഴുന്നേറ്റു. ഇവിടെ നിന്ന് എങ്ങും പോകരുത് എന്നാ ഓർഡർ. ഓ പിന്നെ, PS ആണെന്ന് വെച്ച് ടോയ്ലറ്റ് പോകാനും അനുവാദം ചോദിക്കണോ? അവൾ കയ്യിലിരുന്ന ഫയലുമായി റിസപ്ഷനിലേക്ക് നടന്നു. എക്സ്ക്യൂസ് മീ, ടോയ്ലറ്റ് എവിടെയാ? അവിടെ നിന്ന പെൺകുട്ടി അവളെ അടിമുടി നോക്കിക്കൊണ്ട് ഇടതുവശത്തേക്ക് വിരൽ ചൂണ്ടി. ഈ ഫയലൊന്ന് ഇവിടെ വെച്ചേക്കൂ, ഞാൻ തിരികെ വന്ന് മേടിച്ചോളാം. അവൾ ഫയൽ വാങ്ങി വെച്ചു. ദൈവമേ, ഇതൊക്കെ എന്താ ഇങ്ങനെ? ഒന്ന് സംസാരിക്കാൻ പോലും മനസ്സില്ലാത്ത മനുഷ്യരോ? ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി. 10 തലയുള്ള രാവണനാ. മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടോ ആവോ? എന്നാ തീർന്നു. ധൃതിയിൽ നടക്കുമ്പോൾ ഒരുവൻ വഷളൻ ചിരിയോടെ മുന്നിൽ കയറി നിന്നു. നാവിനാൽ ചുണ്ട് നനയ്ക്കുന്നവനെ കാണുമ്പോൾ ദേഹം വിറച്ചു. അഭിമന്യുവിൻ്റെ ലക്ഷ്മിയല്ലേ? അവളുടെ മുഖം ഇരുണ്ട് കയറി. അല്ല, അഭിമന്യുവിൻ്റെ PS ആണ്. ഓ, ആളും ഇടുക്കിയാണല്ലോ. ഞാൻ ധനുഷ്, അവൻ്റെ കളിക്കൂട്ടുകാരനാണ്. ആണോ? തൻ്റെ ബയോഡേറ്റ ഞാൻ ചോദിച്ചില്ല. വഴിയിൽ നിന്ന് മാറണം, അവൾ കടുപ്പത്തിൽ പറഞ്ഞു. മാറിയില്ലെങ്കിൽ? അവൻ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു. നിന്റെ ബോസിൽ മാത്രം ഒതുങ്ങണ്ട. ഞാനും അവനെപ്പോലെ സ്മാർട്ടാണ്. പെട്ടെന്ന് കൈവീശി അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചതും ധനുഷ് ഞെട്ടിപ്പോയി. ഞാൻ അതിനേക്കാൾ സ്മാർട്ടാണ്, ലക്ഷ്മി പറഞ്ഞു. അവൻ കവിളിൽ കൈവച്ചു. പാവങ്ങളാണ് എന്ന് വെച്ച് എന്തും നടക്കില്ല. ഇനി നിന്റെ നാവ് ഇതുപോലെ ചലിച്ചാൽ സീതാലക്ഷ്മി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. അവൾ അരിശത്തിൽ നടന്നു നീങ്ങി. അകലെ ചുവരിൽ വലത് കാൽ കുത്തി ചാരി നിൽക്കുന്നവനെ കണ്ടതും നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു. തല താഴ്ത്തി മുന്നിൽ നിൽക്കുന്നവളെ രൂക്ഷമായി നോക്കി. നിന്നോട് ഞാൻ എന്താടി പറഞ്ഞത്? അവൻ പല്ല് കടിച്ചു പൊട്ടിക്കുന്നു. അവൾ മിഴികൾ ഉയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ടോയ്ലറ്റിൽ പോകാൻ തോന്നി. സാറ് വരുന്നതുവരെ കാത്തിരിക്കാൻ പറ്റിയ അവസ്ഥ ആയിരുന്നില്ല. എന്തവസ്ഥ? ഇനി പീരീഡ്സ് ആണോ? വെട്ടി തുറന്ന് ചോദിക്കുന്നവൻ. അവൾ വിളറി വെളുത്തുപോയി. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. നമ്പർ പറയ്, അഭി പറഞ്ഞു. എന്തിന്? നിന്നെ അന്വേഷിച്ച് ടോയ്ലറ്റ് വരെ വരാൻ എനിക്ക് പറ്റില്ല. മിസ്സാവുമ്പോൾ കോൾ ചെയ്യാം. അത് ഫോണില്ല. എന്താ? പിന്നെ എന്തുണ്ടാക്കാനാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഒരു ഫോൺ പോലും? ഛേ, അവൻ പറഞ്ഞത് ന്യായമാണ്. അതിന് ഒരു മറുപടിയും അവൾ പറഞ്ഞില്ല. കാറിൻ്റെ കീയും കോട്ടും ലാപ്പും അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ചെന്ന് കാറിലിരിക്ക്, എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. 5 മിനിറ്റ്, അപ്പോഴേക്കും വരാം. അവൾ പോകുന്നത് നോക്കി നിന്നു. കാണും പോലെയല്ല, തൻ്റെടിയാ. രാമായണത്തിലെ സീതയുടെ വില കളയാനായിട്ട് മറ്റൊരു സീതാലക്ഷ്മി. ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് ഉയർത്തി വെച്ച് വേഗത്തിൽ നടന്നു. ധനുഷ് വരുന്നത് കണ്ട് കള്ളച്ചിരിയോടെ നിന്നു. എൻ്റെ കൂട്ടുകാരൻ വന്നല്ലോ. ശോ, ലക്ഷ്മി തന്നത് എങ്ങനെയുണ്ട്? അവനെ പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി. കവിളിൽ കുത്തിപ്പിടിച്ചു.
നീയും നിന്റെ തന്തയും എൻ്റെ മുന്നിൽ ഇടയ്ക്കിടെ വരുന്നുണ്ട്. ഇനി ഒരു വാണിംഗ് ഞാൻ തരില്ല, പാക്ക് ചെയ്യും എന്നേക്കുമായി. തലമുടിയിൽ പിടിച്ചു വലിച്ചതും അവൻ വേദനയിൽ അഭിമന്യുവിൻ്റെ നെഞ്ചിൽ ആഞ്ഞിടിച്ചു. ധനുഷിൻ്റെ മുഖം ചുവരിൽ ചേർത്ത് വെച്ച് ഉരസിയതും അവൻ ഒന്ന് ഞരങ്ങി. വയറ്റിൽ ചൂണ്ട് വിരൽ വെച്ച് കുത്തിയതും ധനുഷ് നിലത്തേക്ക് ചുരുണ്ടിരുന്നു. ലക്ഷ്മി, അത് വേണ്ട. ഇനി അവൾക്ക് പിന്നാലെ നിന്നെ കണ്ടാൽ പിന്നെ എൻ്റെ മറ്റൊരു മുഖം നീ കാണും. ഓ, അവൾ നിന്റെ ആരാ? പ്രേമം തോന്നി തുടങ്ങിയോ? വേദനയിൽ പുളയുമ്പോഴും വാശിയോടെ ധനുഷ് ചോദിച്ചു. പ്രേമവും മണ്ണും ഒന്നുമല്ല. എൻ്റെ ഓഫീസ് സ്റ്റാഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. പിന്നെ ഞാൻ അവളെ നോക്കും, എന്തും പറയും ചെയ്യും. പക്ഷെ മറ്റാരും അതെനിക്ക് പറ്റില്ല, അത്രയുള്ളൂ. കാറ് സ്റ്റാർട്ടായി. ലക്ഷ്മി പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. വലിയൊരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ വണ്ടി നിന്നു. അവൻ തലചരിച്ചു. ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇല്ല സാർ. വൈ? അത് ഓഫീസിൽ പോയിട്ട് കഴിച്ചോളാം. അവിടെ എത്തുമ്പോൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിയും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് പോയി കഴിച്ചോളൂ, ഞാനിവിടെ ഇരിക്കാം. അവൻ അവളെ തുറിച്ചു നോക്കി. അവൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇരിക്കുവാണ്. എന്തിനാ ഇനി ഇതിൽ നിന്ന് ഇറങ്ങി നടക്കാനോ? എന്നിട്ട് ഓരോ ന്യായവും കണ്ടെത്തിക്കൊള്ളും. കാറ് ചീറിപ്പായുന്നു. ലക്ഷ്മി സീറ്റിൽ അമർന്നിരുന്നു. ദൈവമേ, ഇങ്ങനെ ഒരു കാലൻ! അന്ന് കണ്ടപ്പോൾ ഇയാൾ ഇത്രയും വലിയ പുള്ളിയാണെന്ന് അറിഞ്ഞില്ല. ഹോ സീത, നിന്റെ ജന്മം എന്താടി ഇങ്ങനെയായി പോയത്? പതിയെ പിറുപിറുക്കുമ്പോൾ അവൻ ചെവി കൂർപ്പിച്ചു. ചിരിക്കാൻ കൊതിക്കുന്നുണ്ട് ആ അധരങ്ങൾ.